السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അവരുടെ ജീവിതത്തിൽ മുഴുവനും ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുവാനും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് തന്നിൽ അർപ്പിതമായ കടമകൾ നിർവഹിക്കുവാനും നിരന്തരമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹവും ദേഹിയും കൂടി ചേർന്നതാണ്. ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ കാണുന്ന ശരീരമാണ്. ദേഹി എന്ന് പറഞ്ഞാൽ ആ ദേഹത്തിന് അഡ്രസ് ഉണ്ടാക്കുന്ന ആത്മാവാണ്. ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ. ഒരാൾക്ക് പേരുണ്ടാകുന്നത് അയാൾക്ക് ജീവനുള്ളപ്പോഴാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ പിന്നെ അയാളെ വിളിക്കാറില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള സംസ്കരണ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ മയ്യത്ത് മയ്യത്ത് എന്നതല്ലാതെ ആ ആളുടെ പേര് പറയാറില്ല. ഒരു മനുഷ്യന് വ്യക്തിത്വം നൽകുന്നത്, ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ ആത്മാവ് അവനിൽ ഉള്ളപ്പോൾ മാത്രമാണ്, ജീവൻ അവനിൽ ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പൊ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ, ഈ ശരീരവും ആത്മാവും കൂടി ചേർന്ന മനുഷ്യൻ രണ്ടിനോടും അതിൻ്റെതായ ബാധ്യതകൾ നിർവഹിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ശരീരത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭൗതികവാദികളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേ അവസരത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ തന്റെ ശരീരത്തെ പറ്റി അവഗണിച്ചുകൊണ്ട് അതിനെ പീഡിപ്പിച്ച് തന്റെ ശരീരത്തെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ദേഹത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭൗതികവാദത്തിന്റെയും ആത്മാവിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സൂഫിസത്തിലേക്ക്, സന്യാസത്തിലേക്ക് നീങ്ങുന്ന ആത്മീയവാദികളുടെയും വാദങ്ങൾക്ക് മധ്യേ, ആ രണ്ട് തീവ്രതകളുടെയും ജീർണതകളുടെയും മധ്യേയാണ് ഇസ്ലാമിന്റെ വീക്ഷണം ഈ മേഖലയിൽ നിലകൊള്ളുന്നത്.
രണ്ടിനോടും അതാതിൻ്റെതായ കടമകൾ മുസ്ലിം നിർവഹിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ശരീരത്തോട് കാഴ്ചപ്പാടുകൾ, കടമകളുണ്ട്. അവന്റെ ആത്മാവിനോട് കടമകളുള്ളതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു പരാതി വരികയാണ് ഒരു സഹാബിയെ സംബന്ധിച്ച്. മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരാതി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പരാതി കേട്ടത്? ഇബാദത്തുകളിൽ അതിര് കവിഞ്ഞുകൊണ്ട് തന്റെ ദേഹത്തോട് ചെയ്യേണ്ടുന്ന, തന്റെ ശരീരത്തോട് ചെയ്യേണ്ടുന്ന, തന്റെ ഭാര്യയോട് ചെയ്യേണ്ടുന്ന, തന്റെ കുടുംബത്തോട് കാത്തുസൂക്ഷിക്കേണ്ടുന്ന ബാധ്യതകളെ കാത്തുസൂക്ഷിക്കാതെ അമിതമായി ആത്മീയമായ കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ദേഹത്തോടുള്ള ബാധ്യതകളെ നിങ്ങൾ വിസ്മരിക്കുന്നു എന്ന കംപ്ലൈന്റ്, പരാതി നിങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുമ ശിഷ്യനായ സഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, അലം മുഖ്ബർ, എനിക്കറിയിപ്പ് കിട്ടിയിരിക്കുന്നു, അന്നക തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈൽ, നിങ്ങൾ എല്ലാ പ്രഭാതത്തിൽ എല്ലാ പകലിലും നിങ്ങൾക്ക് നോമ്പാണെന്നും രാത്രി മുഴുവൻ നിങ്ങൾ നിസ്കാരത്തിലാണെന്നും നിങ്ങൾ ഉറങ്ങാറില്ലെന്നും നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ഒരിക്കലും കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുള്ള കടപ്പാടുകൾ, കടമകൾ നിർവഹിക്കാറില്ല എന്നും നിങ്ങൾ ഈ നിസ്കാരവും നോമ്പിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും നിങ്ങളെക്കുറിച്ച് എനിക്ക് പരാതി കിട്ടിയിരിക്കുന്നല്ലോ, ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. സഹാബി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കേട്ടത് ശരിയാണ്. എനിക്കെല്ലാ ദിവസവും പകല് നോമ്പായിരിക്കും, രാത്രി ഞാൻ അധികം ഉറങ്ങാറില്ല, ഇബാദത്തിൽ തന്നെയാണ്, കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെ നിസ്കാരം തന്നെയാണ്, വേറൊന്നും ഞാൻ ചിന്തിക്കാറില്ല, ഇതാണ് എന്റെ പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, എങ്കിൽ നീ നല്ല ആത്മീയവാദിയാണ്, നിനക്ക് നല്ല തഖ്വയുള്ള മനുഷ്യനാണ്, ഇങ്ങനത്തെ ആൾക്കാരല്ലേ എന്റെ ഉമ്മത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചുവോ അതോ മറ്റെന്തെങ്കിലും പറഞ്ഞുവോ? പ്രവാചകൻ പറഞ്ഞതെന്താണ്? ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്തു പോകരുത്, ഇനി അത് ആവർത്തിച്ചു പോകരുത്. സും വ അഫ്തിർ വ നം വ ഖും ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖാ വ ഇന്ന ലിഐനൈക അലൈക ഹഖ്ഖാ വ ഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. എന്നുമെന്നും നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം പാടില്ല. സും, നിങ്ങൾ നോമ്പെടുത്തോളൂ. വ അഫ്തിർ, നിങ്ങൾ ചില ദിവസം നോമ്പെടുക്കാനും പാടില്ല. നോമ്പുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒക്കെ ഉണ്ടാകണം. അതുപോലെ തന്നെ വനം, നിങ്ങൾ ഉറങ്ങുകയും ചെയ്യണേ. വഖും, നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്തോളൂ. നിസ്കാരവും വേണം, ഉറക്കും വേണം. ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് ചില കടമകളുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ശരീരത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. വ ഇന്ന ലിഐനൈക അലൈക ഹഖ്ഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രണ്ട് കണ്ണുകളോടും ചില കടമകളുണ്ട്, അതും നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. വ ഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയോടും ചില ബാധ്യതകളുണ്ട്, അതും നിർവഹിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശം, ശരീരത്തിന്റെ കാര്യവും ശ്രദ്ധിക്കണം, ആത്മാവ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ആത്മാവ് മാത്രം പിന്നെ ആത്മാവിന്റെ കാര്യം തീരെ ശ്രദ്ധിക്കാതെ ശരീരത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. തീറ്റക്കുള്ള കാര്യങ്ങൾ, കുടിക്കാനുള്ള കാര്യങ്ങൾ, വീടിന്റെ കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, അത് മാത്രം നോക്കുക. അതാ മനുഷ്യനെന്ന് വിചാരിക്കുക. അതിവിടെ മൃഗങ്ങൾക്കുള്ള തന്നെയാണ്. മൃഗത്തിനും ഭക്ഷിക്കണം, മൃഗത്തിനും ദാഹമുണ്ട്, വെള്ളം കുടിക്കണം, അതിനും കെട്ടിയിടാനും താമസിക്കാനും വെയിലും മഴയും കൊള്ളാതെ താമസിക്കാൻ ആല വേണം, കൂട് വേണം. അതുപോലെ തന്നെ അവയ്ക്കും ലൈംഗികമായ പ്രതിബദ്ധിയുണ്ട്, വികാരങ്ങളുണ്ട്. അത് ശമിപ്പിക്കാൻ ആവശ്യമായ ഒരു പെൺതുണ വേണം, അതല്ലെങ്കിൽ പെൺതുണക്ക് ഒരു ആൺതുണ വേണം. അതൊക്കെയും മൃഗലോകത്തുമുള്ളതാണ്. അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആത്മാവിന്റെ കാര്യത്തെ മറന്നു കളയുന്നുവെങ്കിൽ
അതും ഇസ്ലാം അംഗീകരിക്കാത്ത തനി ഭൗതികവാദമാണ്. അതേ അവസരത്തിൽ ഈ ശരീരത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട്, ഉറങ്ങാതെ ശരീരത്തെയും കണ്ണിനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട്, ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരവും ഒരു കാലാകാലത്തെയും ഒരു നോമ്പും കുടുംബത്തെ നോക്കാതെയുള്ള ഒരു ഇസ്ലാമുമെന്നും അത് വേണ്ട, അത് ശരിയായ രീതിയല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന് അവന്റെ വ്യക്തിത്വത്തിൽ ഇസ്ലാമികമായ ചുവ ഏത് മേഖലയിലും വേണം. അവൻ എല്ലാ ഭാഗവും വേണം പരിഗണിക്കുക. ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെ വളർത്തുന്ന പരിപാടിയല്ല, രണ്ടും വേണം എന്നതാണ് ഇസ്ലാമിന്റെ സമ്പ്രദായം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി, ഒരു മുസ്ലിം അവൻ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നല്ല രൂപത്തിലായിരിക്കണം എന്നതുകൂടി ഇസ്ലാം പറഞ്ഞതാണ്. ഒരാൾ വളരെ നല്ല രൂപത്തിലാവുക എന്നത് ഇസ്ലാമിൽ ഒരു പ്രധാന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരിൽ പ്രമുഖനായ ജലീൽ ഇബ്നുൽ ഹംദലിയ റളിയല്ലാഹു തആല റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എപ്പോ ഒരു യാത്ര കഴിഞ്ഞ് സഹാബിമാര് മടങ്ങി വരികയാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് വീട്ടിലേക്ക്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉപദേശം കൊടുക്കുന്നത് നോക്കൂ, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും ഫഅസ്ലിഹു റിഹാലക്കും വഅഹ്സിനൂ ലിബാസക്കും ഹത്താ തകൂനൂ കഅന്നകും ശാമത്തൻ ഫിന്നാർ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ശ വല തഫഹുശ. അബൂ ദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരോട് പറയുകയാണ്, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും, നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയല്ലേ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഫഅസ്ലിഹു റിഹാലക്കും, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെയൊക്കെ നന്നാക്കണം. വഅഹ്സിനൂ ലിബാസക്കും, നിങ്ങൾ ധരിച്ച വസ്ത്രമൊക്കെ നിങ്ങൾ നന്നാക്കണം. നല്ല വേഷത്തിൽ അവരെ കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളോടൊരു വൈമുഖ്യം തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളിൽ ഒരു വെറുപ്പ് തോന്നുന്ന സ്വഭാവങ്ങളോ രൂപഭാവങ്ങളോ വേഷഭൂഷാദികളോ ഇല്ലാത്ത നിലക്ക്, നിങ്ങൾ ആകർഷണീയമായ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിലേക്ക് ചെല്ലണേ. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹ്ശ ഫുഹ്ശ വല തഫഹുശ. രൂപത്തിലും ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന നിലക്കുള്ള സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. രണ്ട് രംഗത്തും ശുദ്ധി വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. രണ്ട് മേഖലയിലും വൃത്തി വേണം. ഖുർആനിലെ വചനം നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അത്തവ്വാബീന, പശ്ചാത്തപിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹു പെരുത്ത് ഇഷ്ടമാണ്. അകം ശുദ്ധിയുള്ളവരെ അല്ലാഹു വലിയ ഇഷ്ടമാണ്. മനസ്സിൽ യാതൊരു കറയുമില്ല, മനസ്സിൽ മാലിന്യങ്ങളില്ല, എല്ലാം ശുദ്ധിയാക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്ന നിലക്ക് സംഭവിക്കുന്നത്, അപ്പപ്പോൾ അവൻ മനസ്സറിഞ്ഞുകൊണ്ട് തന്റെ നാഥന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന പ്രകൃതക്കാരനാണെങ്കിൽ, അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരെ, ഉള്ളു ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാകുന്നു. അവരെ മാത്രമല്ല, അത് മാത്രം പോരാ, വയുഹിബ്ബുൽ മുതതഹിരീൻ, പുറം ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തൗബയിലൂടെ മനുഷ്യന്റെ അകമാണ് ശുദ്ധിയാവുക. മനസ്സും